ഇടവക തിരുനാളിന്റെ 5-ാം ദിനം നാം ദൈവവിളി ദിനമായിട്ടാണ് ആഘോഷിച്ചത്. അന്നേ ദിനം മോൺസിഞ്ഞോർ VP ജോസ് ആയിരുന്നു നമുക്ക് വേണ്ടി വചനം പങ്കുവച്ചത്. അന്നത്തെ വിഷയം വിവേകമുള്ള യഥാർത്ഥ ശിഷ്യരാകാം എന്നുള്ളതായിരുന്നു. കർത്താവേ കർത്താവേ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന മഹത്തായ വചനത്തിൽ അധിഷ്ഠിതമായി കൊണ്ടായിരുന്നു അന്നത്തെ പ്രസംഗം അച്ഛൻ ആരംഭിച്ചത്. തുടർന്ന് ഒരു പുഴുവിന്റെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മെ ഓരോരുത്തരെയും ഈ വിഷയത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അതായത്, ശിഷ്യരാകാൻ ഏവർക്കും സാധിക്കും, എന്നാൽ വിവേകമുള്ള യഥാർത്ഥ ശിഷ്യരാകാനായി അപൂർവം ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന മഹത്തായ ആശയത്തെ ഏവർക്കും പറഞ്ഞു തരികയുണ്ടായി. അതുപോലെ തന്നെ അത്തരത്തിൽ വിവേകമുള്ള യഥാർത്ഥ ശിഷ്യർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാനായി സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലായി. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ 10 കാര്യങ്ങൾ, അതായത് വിവേകമുള്ള യഥാർത്ഥ ശിഷ്യർക്ക് വേണ്ട 10 ഗുണങ്ങളെ കുറിച്ച് നമുക്ക് അച്ഛൻ പറഞ്ഞു തരികയുണ്ടായി. ഒന്നാമതായി, മുറിപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നകന്ന് അനുകമ്പയുടെ വാക്കുകൾ പറയുക. 2, വിഷാദങ്ങളിൽ നിന്നകന്നുകൊണ്ട് കൃതജ്ഞതയുള്ളവരായി തീരുക. 3, വിദ്വേഷത്തിൽ നിന്നകന്ന് ക്ഷമയിൽ നിറയുക. 4, അശുഭാപ്തി വിശ്വാസത്തിൽ നിന്നകന്നുകൊണ്ട് പ്രതീക്ഷ കൊണ്ട് നിറയുക. 5, ദുഃഖങ്ങളിൽ നിന്നകന്ന് ദൈവാശ്രയ ബോധത്തിൽ വളരുക. 6, ആവലാതികളിൽ നിന്നകന്നുകൊണ്ട് ലാളിത്യം ശീലിക്കുക. 7, ഞെരുക്കങ്ങളിൽ നിന്നകന്ന് പ്രാർത്ഥനാ നിർഭരരാകുക. 8, തിക്താനുഭവങ്ങളിൽ നിന്നകന്ന് ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. 9, സ്വാർത്ഥതയിൽ നിന്നകന്ന് മനസ്സലിവുള്ളവരായി മാറുക. 10, വാക്കുകൾ കുറയ്ക്കുക, നിശബ്ദതയിൽ തന്നെ ജീവിതം തുടരുക. ഈ 10 കാര്യങ്ങളും നിറവേറ്റുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വിവേകമുള്ള ശിഷ്യൻ തന്നെയായി മാറുന്നു. അപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തീർത്തും സ്വർഗത്തിൽ പ്രവേശിക്കുവാനായി സാധിക്കുന്നു. അപ്രകാരം ഇടവക വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഈ 10 ഗുണങ്ങളും നിറവേറ്റിക്കൊണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായി തീരാൻ, വിവേകമുള്ളവരായി തീരാൻ സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അച്ഛൻ പ്രസംഗം അവസാനിപ്പിച്ചത്.